4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1040 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര ചിലവ് വരും എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീത്, അനുഗ്രാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പാലക്കാട് ജില്ലയിലാണ് അയാൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D കാലൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 2 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈനും പ്ലാനും കാണാം. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 330-160 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ ഉള്ളത്. സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. കിച്ചണോട് ചേർന്നൊരു വർക്ക് ഏരിയയും സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. 300-350 സെന്റിമീറ്റർ എന്നാണ് 2 ബെഡ്റൂമുകളുടെ സൈസ് വരുന്നത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് ഈ വീടിന്റെ 3D പ്ലാനാണ്. നമുക്ക് 2D പ്ലാനിൽ കണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും. ഇവിടെ സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. ഇവിടെ ലിവിംഗ് കം ഡൈനിങ് ഹാൾ, അതുപോലെ കിച്ചൺ, വർക്ക് ഏരിയ, ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം, 2 ബെഡ്റൂമുകൾ ഇത് നമുക്ക് 3D പ്ലാനിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും നോക്കാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വരും എന്നുള്ളത് നോക്കാം. ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1040 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അതിന്റെ വാളിന്റെ ലെങ്ത്, ലിൻഡൽ എവിടേക്കാണ്, അതുപോലെ PCC കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നുണ്ട്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ്. 3,22,400 രൂപയാണ് ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. നമുക്കിപ്പോൾ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് നോക്കുന്നത്. 3,22,000 രൂപ ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്തതിന്റെ വാർക്ക വരെയുള്ള കോസ്റ്റ്, ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ് മുതൽ റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് 7,52,000 രൂപയാണ് വരുന്നത്. അടുത്തത് ഈ ഒരു വീടിന്റെ ഫിനിഷിംഗ്, അതായത് പ്ലാസ്റ്ററിംഗ്, പെയിന്റ്, ടൈല്, ഡോറ്, വിൻഡോ ഇങ്ങനെയെല്ലാം ഉൾപ്പെടെ 9,89,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് ആകെ വരുന്ന ചെലവ് 20,64,600 രൂപയാണ് ആകെ കോസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 1,985 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഈ വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്ത് വർക്ക് ഒരു 9,600 വരുന്നുണ്ട്. മണ്ണ് മാറ്റാനും കാര്യങ്ങളൊക്കെ നോർമലി ഒരു 10,000 രൂപ റേഞ്ചിലാണ് സാധാരണ വരാറ്. പിന്നെ അടുത്തത് അതിൻ്റെ കരിങ്കല്ലിൻ്റെ വർക്കാണ്. 2 അടി താഴ്ചയിൽ വരുന്ന കരിങ്കല്ല്, അതുപോലെ 1.5 അടിയാണ് ബേസ്മെന്റ് വരുന്നത്, ബെൽറ്റ് അടക്കം. അപ്പോൾ കരിങ്കല്ലിൻ്റെ വർക്കിന് 1,23,000 രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തത് അതിൻ്റെ ബെൽറ്റാണ്. 70,000 രൂപയാണ് ബെൽറ്റിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് എർത്ത് ഫില്ലിങ് 62,000 രൂപ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ഫൗണ്ടേഷനിൽ PCC ഫ്ലോറിങ് ചെയ്യുന്നതിന് ഒരു 56,000 രൂപ ആണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ ഞാൻ പല വീഡിയോസിലും ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏരിയ സെയിം ആണ് എന്നതുകൊണ്ട് നമുക്ക് വരുന്ന കോസ്റ്റ് സെയിം ആയിരിക്കണം എന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമാണ്. ബെഡ്റൂമുകളുടെ എണ്ണം കൂടുമ്പോൾ ഭിത്തിയുടെ ലെങ്ത്തും കൂടും. അപ്പോൾ ഭിത്തി എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ബെൽറ്റ് കൊടുക്കണം. അതുപോലെ കരിങ്കല്ലിൻ്റെ ഡബിൾ മെസൺട്രി ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കോസ്റ്റ് കൂടും. പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷനിൽ ഫില്ല് ചെയ്യുന്ന മണ്ണിൻ്റെ കോസ്റ്റ് അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിരിക്കും. എല്ലായിടത്തും മണ്ണ് തന്നെ ഉപയോഗിക്കണം എന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോസ്റ്റുകൾ വരുന്നത്. ഇപ്പം 3,22,000 രൂപയാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്തതിൻ്റെ ബ്രിക്ക് വർക്ക്, നമ്മൾ സിമെൻറ്റ് ബ്ലോക്കിൻ്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. 3,73,000 രൂപ ഇതിൻ്റെ കല്ല് കെട്ടുന്നതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അടുത്തതിൻ്റെ ലിൻഡൽ, സൺഷെയ്ഡ്, പില്ലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് 79,000 രൂപയാണ് വരുന്നത്. അടുത്തതിൻ്റെ റൂഫ് സ്ലാബ് 2,90,000, ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപ വീടിൻ്റെ റൂഫ് സ്ലാബിന് വരുന്നുണ്ട്. 2,99,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകെ 7,52,000 രൂപ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 10,75,000 രൂപയാണ് ഈ വരുന്നത്.
ഇനി അടുത്ത അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്ററിങ് 2,50,000 രൂപ, പെയിൻറ്റിങ് 1,85,000 രൂപ, ടൈൽ ഫ്ലോറിങ് 1,70,000 രൂപ, പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, അതുപോലെ ഡോർ, വിൻഡോ ഇതൊക്കെ കൂടിയിട്ട് 3,83,000 രൂപ. അപ്പോൾ അങ്ങനെ 9,89,000 രൂപ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെയാണ് നമുക്ക് 20,64,000 രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തൃശ്ശൂർ എറണാകുളം ജില്ലയിലുള്ള ആളുകൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് വീട് നിർമ്മിക്കാൻ വീടിൻ്റെ പ്ലാൻ 3D അല്ലെങ്കിൽ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. വിഷയങ്ങളിലേക്ക് വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.